ഹോണറിന്റെ ഹോണർ മാജിക് 7 ലൈറ്റ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ മാജിക് 7 ലൈറ്റ് എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഹോണർ മാജിക് 7 ലൈറ്റിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിൽ ഷേപ്പുള്ള ഒരു പഞ്ചോളായിരിക്കും ഇതിൽ വരിക, അതായത് വലിയൊരു പഞ്ചോൾ വരുന്നതായിരിക്കും. ഇപ്പം ഐഫോൺ 15 സീരീസ് അതുപോലെ തന്നെ 16 സീരീസിൽ ഇതുപോലുള്ള പഞ്ചോളായിരിക്കും ഇതിൽ വരിക. അത്ര വലുതായിരിക്കില്ല, എന്നാലും ആ ഒരു ഡിസൈനിലുള്ള ഒരു പഞ്ചോളായിരിക്കും ഇതിൽ വരിക. 120 Hz റീഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 10 ബിറ്റ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 4000 നിറ്റ്സ് വരെ വന്നേക്കാം. 3840 Hz PWM ഡിമ്മിംഗ് പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരും. ഈ ഒരു ഫോണിൽ IP65M റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കാം ഇത്. ഇനി പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് തിരക്കേടില്ലാത്തൊരു 5G പ്രോസസ്സറാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരും. 3.5mm ഓഡിയോ ജാക്ക് ഇതിൽ വന്നോളണം എന്നില്ല. Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യത്തിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 108 മെഗാപിക്സലിന്റെ f1.75 വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരും. OSന്റെ സപ്പോർട്ട് വരുന്നതായിരിക്കും. പിന്നെ 5 മെഗാപിക്സലിന്റെ f2.2 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6600 mAh ബാറ്ററി വന്നേക്കാം. വളരെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നതായിരിക്കും. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വന്നേക്കാം. മികച്ചൊരു ചാർജിംഗ് സ്പീഡും വരും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ മലേഷ്യയിൽ ഹോണർ X9C എന്നൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹോണർ മാജിക് 7 ലൈറ്റ് എന്ന സ്മാർട്ട് ഫോൺ ആ ഒരു ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ സെയിം ഫീച്ചേഴ്സുമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ മറ്റു മാർക്കറ്റുകളിൽ ഹോണർ മാജിക് 7 ലൈറ്റ് എന്ന പേരിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഒരു ഫോൺ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ഹോണർ മാജിക് 7 ലൈറ്റ് എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിൽ ഈ സ്മാർട്ട് ഫോൺ ഏകദേശം 30,600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 20,000 ടു മാക്സിമം ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഹോണർ മാജിക് 7 ലൈറ്റ് 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.